വിശുദ്ധ റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 നമ്മൾ കടന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 കടന്നു വരുമ്പോൾ ഇദാ ദഖല അശ്റുൽ അവാഖിർ മിൻ റമളാൻ, റമളാന്റെ അവസാനത്തെ 10 കടന്നു വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി അഹ്യൽ ലൈൽ, രാത്രിയെ സജീവമാക്കുക പതിവായിരുന്നു എന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട്. കാരണം റസൂലിന്റെ ഒരു രീതി റമളാന്റെ ആദ്യത്തെ 2 10 അഥവാ 20 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാഗികമായി വിശ്രമിക്കാനും ഉറങ്ങാനും ഉപയോഗപ്പെടുത്തുകയും ബാക്കി പകുതി സമയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സജീവമായി ആരാധനയിൽ കഴിച്ചുകൂട്ടുകയുമാണ് ജീവിതത്തിന്റെ പതിവ് എന്നുള്ളത്. എന്നാൽ അവസാനത്തെ 10 കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി ഉറക്കമില്ലാത്ത രാവുകളാക്കി അതിനെ മാറ്റുകയും സജീവമായി അമലുകൊണ്ട് അതിനെ ഹയാത്താക്കുകയും ചെയ്യലാണ് പതിവ്. എന്നാൽ തന്റെ കുടുംബത്തിനെ വൈക്കൽ അഹ്ലഹു എന്നാ പിന്നെ പറയുന്നത്. എന്നാൽ കുടുംബത്തിനെ വിശ്രമിക്കാൻ വിടുക എന്നുള്ള റസൂലിന്റെ രീതിയാണ്. അവർ വിശ്രമിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ അവരെ തട്ടി വിളിച്ച് ഉണർത്തിയിട്ട് തന്റെ വിവാദത്തിനൊപ്പം അവരെ കൂട്ടലാണ് റസൂലിന്റെ പതിവ്. എന്നിട്ട് റസൂൽ കുടുംബത്തോടൊപ്പം ശക്തമായി പരിശ്രമിക്കുകയും സുദീർഘമായി ആരാധന ചെയ്യാൻ വേണ്ടിയിട്ട് അരക്കച്ച മുറുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ റസൂലിന്റെ ഒരു പതിവ് 2 രീതിയുണ്ട്. ഒന്ന്, അവസാനത്തെ 10 മുഴുവൻ പരിപൂർണമായി റസൂലുള്ളാഹി തന്നെ ഇബാദത്തിൽ കഴിച്ചുകൂട്ടി ഉറക്കമില്ലാത്ത രാവുകളായി അതിനെ ഉപയോഗപ്പെടുത്തുകയും തന്റെ കുടുംബത്തെ വിശ്രമിക്കാൻ വിട്ട റസൂലുള്ളാഹി വിശ്രമത്തിന്റെ ഇടവേളകൾ കൃത്യമായി അവരെ വിളിച്ചുണർത്തിയിട്ട് ഒപ്പം കൂട്ടുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ ചുരുങ്ങിയത് റസൂലിനെ പോലെ പൂർണ്ണമായി ഒരു രാത്രി മുഴുവൻ ഹയാത്താക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് റമളാന്റെ അവസാന 10 വിശ്വാസികളായ നമ്മുടെ മേലുള്ള വലിയ ഗൗരവപ്പെട്ട ഉത്തരവാദിത്വം. അത്രയും സാധ്യമാകാത്ത പക്ഷം മിനിമം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി ഒപ്പം കൂട്ടിയതുപോലെ രാത്രിയിൽ നിന്നും അല്പഭാഗമെങ്കിലും നമ്മൾ ഈ റമളാന്റെ അവസാന 10 അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പരിപൂർണമായും മാറ്റിവെക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ റമളാൻ മാസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മാസമാണ്. അതിന്റെ അവസാന 10 രാത്രികളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാത്രിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രാത്രികളുമാണ്. ലൈലത്തുൽ ഖദറിന്റെ വണ്ണവും വലുപ്പവും ഒക്കെ വിശുദ്ധ ഖുർആൻ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റവാക്കിൽ ലൈലത്തുൽ ഖദർ എന്നൊരു രാത്രി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു വിട്ടാലും അതനുസരിക്കാനും ആ രാത്രി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടുന്ന വിശ്വാസിയുടെ ബാധ്യതയായിരിക്കുമ്പോൾ വിശ്വാസിയോട് അല്പം കൂടി വിശദീകരിച്ചുകൊണ്ട് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്, ആ രാത്രിയെ നിങ്ങൾ തിരഞ്ഞു പിടിക്കണം. ലൈലത്തുൽ ഖദർ റസൂലിന്റെ വാചകം അതാണ്, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, നിങ്ങൾ തിരയണം ആ ലൈലത്തുൽ ഖദറിനെ അവസാനത്തെ 10 എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഒരു ലൈലത്തുൽ ഖദറിനെ സ്വയത്തമാക്കാനുള്ള ഒരു വിശ്വാസിയുടെ പരിശ്രമത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഉറക്കമൊഴിച്ചിലും ഈ പ്രവർത്തനങ്ങളുമെല്ലാം. ഒന്നാമത് നമ്മളോട് പറഞ്ഞത് അഹ്യൽ ലൈല, രാത്രിയെ സജീവമാക്കുക. രാത്രി എങ്ങനെ സജീവമാക്കേണ്ടത് എന്നതിനെ കുറിച്ചും റസൂലിന്റെ ജീവിതത്തിൽ തന്നെയാണ് നമുക്ക് മാതൃകയുള്ളത്. റസൂൽ രാത്രിയെ സജീവമാക്കിയത് ഒന്ന് പ്രധാനമായും നമസ്കാരത്തിലൂടെ. നമസ്കാരമാണ് പ്രധാനപ്പെട്ട രാത്രിയുടെ പ്രധാനപ്പെട്ട ഒരു അമൽ എന്നുള്ളത്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആൻ വളരെ ഗംഭീരമായിട്ട് എടുത്തു പറയുന്ന അമലാണ്. ഒരു വിശ്വാസി, ഏതൊരു മനുഷ്യൻ, സാധാരണഗതിയിലുള്ള ഏതൊരു മനുഷ്യനും ഉറക്കിനെ ആഗ്രഹിക്കുന്ന സമയമാണ് രാത്രി എന്നുള്ളത്. വൻ ലൈല ലിബാസ എന്ന് പുതച്ചുറങ്ങുന്ന വസ്ത്രം പോലെയാണ് രാത്രി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. രാത്രി ഏതൊരു സാഹചര്യത്തിലും ഏതൊരു മനുഷ്യനും വിശ്രമമാണ് ആഗ്രഹിക്കുക. അത് പൊതുവിൽ മനുഷ്യന്റെ ജീവിത ശൈലിയാണ്. ആ ശൈലിയോട് പടവെട്ടിയിട്ടാണ് നമ്മുടെ നിത്യജീവിതത്തിന്റെ പതിവുകളോട് കൃത്യമായി എതിരിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റമളാൻ മാസത്തിൽ ജീവിക്കുന്നത്. പകൽ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുന്നു. നമ്മുടെ ജീവിതശീലം അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ജീവിതശീലം പകൽ ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മാറ്റിവെച്ചിട്ട് നമ്മൾ ആഹാരം മാറ്റിവെക്കുന്നു, വെള്ളം മാറ്റിവെക്കുന്നു. രാത്രിയിൽ സുഖമായി ഉറങ്ങിയവരാ നമ്മൾ. ശാന്തമായ രാത്രിയിൽ സുഖം നിദ്രയിൽ പ്രാപിച്ചവർ നമ്മൾ ഉറക്കം വിളച്ചിവിടെ കാത്തിരിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി. ഈ അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഈ രാത്രിയിൽ ഉറക്കം വിളച്ച് നമസ്കരിക്കാൻ നിൽക്കുകയാണ്. ആ നമസ്കാരത്തിന് വലിയ കൂലിയുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണമെന്നൊരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പേരിൽ കിടക്കയിൽ നിന്നൊരു മനുഷ്യൻ ഉണർന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഖുർആൻ പിന്നെ പറയുന്നത് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലമുണ്ട്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ. കണ്ണുകൾക്ക് രോമാഞ്ചമണിയിക്കുന്ന, കണ്ണുകൾക്ക് കുളിർമയണിയിക്കുന്ന മനോഹരമായ അനുഗ്രഹങ്ങളാണ് അക്കൂട്ടം ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആർക്കും അത് അറിയില്ല എന്ന്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്തത്.
നമുക്കൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ ഈ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച്. നമ്മുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുള്ള പരലോകത്തെ കുറിച്ചുള്ള ഒരു ധാരണ പുറത്ത് നമുക്കൊരൊന്ന് ഊഹിക്കാവുന്ന ഒരു പരിമിതികളുണ്ട്. ആ ഊഹങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തത്രയും വണ്ണമായ മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലമാണ് പടച്ചവൻ കാത്തുവച്ചിരിക്കുന്നത്. ആർക്കെന്നറിയുമോ? രാത്രി ഉറക്കമളച്ച് നമസ്കരിക്കുന്നവർക്ക് വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സജ്ദ നമ്മൾ പാരായണം ചെയ്യുന്നതും നമ്മൾ കൃത്യമായി കേൾക്കുന്നതുമായ ഒരു അധ്യായമാണ്. ആ ഒരു അധ്യായത്തിൽ ഇപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് രാത്രിയിലെ ഈ നമസ്കാരം എന്നുള്ളത് വിശ്വാസം ചെയ്യുന്ന ഏറ്റവും മഹത്തായ പുണ്യകർമ്മമാണ് എന്നുള്ളത്. അപ്പോൾ രാത്രിയെ ഹയാത്താക്കാൻ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ ഈ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിച്ചുള്ള, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇനിയുള്ള ഓരോ രാത്രികളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ നമസ്കാരത്തിന് തന്നെയാണ്. അള്ളാഹുവിന് വേണ്ടി ഉറക്കമുളച്ച് നിസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, ഈ നമസ്കാരത്തിൽ നമ്മൾ കേൾക്കുന്ന ഖുർആൻ പാരായണങ്ങൾ, ഈ നമസ്കാരത്തിന്റെ ഓരോ ദിക്റുകളും ഈ നൃത്തവും നമ്മുടെ ഓരോ ഞരമ്പുകളും നമ്മുടെ ഓരോ മഫ്സലുകളും ഓരോ ജോയിന്റുകളും ഈ നമസ്കാരത്തിൽ നടത്തുന്ന തസ്ബീഹ് ഉണ്ട്. ഈ തസ്ബീഹ് എല്ലാം നമുക്ക് അള്ളാഹുവിന് വലിയ പ്രതിഫലം കൊണ്ടുവരും. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ നമസ്കാരം, ഈ രാത്രിയിലെ നമസ്കാരം അത് പതിവായി കൃത്യമായി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. റമദാൻ കഴിഞ്ഞും ഇത് തുടരാനുള്ളത് കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. 2 റക്അത്തെങ്കിലും ഉറക്കം എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരു ജീവിതശൈലി രൂപപ്പെടുത്താൻ കൂടിയുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണ് റമദാന്റെ ഈ അവസാന പത്തിൽ നമ്മൾ നടത്തുന്ന ഈ നിശാ നമസ്കാരം എന്നുള്ളത്. രണ്ടാമത് രാത്രി നമ്മൾ സജീവമാക്കേണ്ടത് ലൈലത്തുൽ ഖദ്ർ രാത്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമം നടത്തേണ്ടത്. ആയിഷ ബീബി നബിയോട് ചോദിച്ചുള്ള നബി, ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയിലാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എങ്ങനെയാണ് ആ രാത്രി ഉപയോഗപ്പെടുത്തേണ്ടത്, എന്താണ് റബ്ബിനോട് ചോദിക്കേണ്ടത് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, അല്ലാഹുവേ നീ മാപ്പാണ്, നീയാണ് മാപ്പ് നൽകുന്നവൻ, നീയാണ് മാപ്പ് നൽകുന്നവൻ, നീ ഏറെ മാപ്പ് കൊടുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കുന്നവനെ ഇഷ്ടപ്പെടുന്നവനുമാണ് നീ. മാപ്പ് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി എന്ന് ഈ പ്രപഞ്ചത്തെ പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ അർശിൽ രേഖപ്പെടുത്തി വെച്ചൊരു സംഗതിയുണ്ട്, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി എന്ന്. എന്റെ കോപത്തെ എന്റെ കാരുണ്യം ജയിക്കുമെന്ന്, എന്റെ കോപത്തെ എന്റെ കാരുണ്യം ജയിക്കുമെന്ന് അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. അർശിൽ രേഖപ്പെടുത്തിയ ഒരു വാസ്തവമാണിത്. അതുകൊണ്ട് തന്നെ ഏറെ കാരുണ്യമുള്ളവനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊടുക്കുന്നതാണ് അല്ലാഹു ഏറ്റവും പ്രിയപ്പെട്ടത്. അല്ലാഹുവിന് ഇഷ്ടം അതാണ്, മാപ്പ് കൊടുക്കലാണ്. യുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹുവേ എന്ന് പടച്ചവനോട് മാപ്പ് ചോദിക്കേണ്ട ദിവസങ്ങളും നിമിഷങ്ങളുമാണ് നമുക്ക് ഈ കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്തു പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ്. അള്ളാഹുവിനും റസൂലിനും വ്യക്തമായിട്ട് നമ്മളുടെ അവസ്ഥ അറിയാവുന്നതാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യൻ അവന്റെ സാഹചര്യങ്ങളെ സമ്മർദ്ദത്തിൽപ്പെട്ട് പാവങ്ങൾ കുടുങ്ങിപ്പോകാറുണ്ട്. സ്വാഭാവികതയാണ്. കുല്ലു ഇബ്നു ആദം ഖതഊൻ, എല്ലാ മനുഷ്യനും പാവം ചെയ്യും. പാവം ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല. അള്ളാഹുവിന്റെ ഇസ്മത്തില്ലാത്ത, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാത്ത ഏതൊരു മനുഷ്യനും പാവം ചെയ്തു പോകും. അത് സ്വാഭാവികതയാണ്. അള്ളാഹു അതിൽ കുറ്റം പറയുന്നില്ല. നിങ്ങൾ ആരും പാവം ചെയ്തില്ലെങ്കിലാണ് നിങ്ങൾ മനുഷ്യരല്ലാതെ. ഭൂമിയിൽ ഒരു മനുഷ്യനും പാവം ചെയ്യുന്നില്ല. എല്ലാവരും നല്ലവരാ, എല്ലാവരും നല്ലവരാ. ഒരു പാവം പോലും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ഈ മനുഷ്യരെ അള്ളാഹുവിന് ഈ ദുനിയാവിൽ വേണ്ട. അങ്ങനെ മലക്കുകളല്ലല്ലോ അള്ളാഹു ഉദ്ദേശിച്ചത്. ഇവിടെ പാവങ്ങളൊന്നും ചെയ്യാത്ത എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ അല്ല അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യരായിട്ട് അയച്ചിട്ടുള്ളത്. മനുഷ്യരാരും പാവം ചെയ്തില്ലെങ്കിൽ അവരെ നശിപ്പിക്കും അള്ളാഹു. എന്നിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും, അവർ പാവം ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമെന്ന്. ഈ മലക്കുകൾക്ക് പശ്ചാത്താപമില്ല. എന്തുകൊണ്ട്? അവർ പാവം ചെയ്യാറില്ല, അവരങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മനുഷ്യർക്ക് പശ്ചാത്താപം മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. ഈ മനുഷ്യനും ഭൂതത്തിനും മാത്രമുള്ളതാണ് പശ്ചാത്താപം. കാരണം അവര് പാവം ചെയ്യുള്ളൂ. ആ പാവത്തിന്റെ ഇച്ഛാശക്തി, സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു വിഭാഗം എന്ന നിലയിൽ മനുഷ്യൻ എന്തും ഇച്ഛിക്കാനും എന്തും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട സൃഷ്ടികൾ എന്ന നിലയിൽ മനുഷ്യന് പാവം ചെയ്യുക സ്വാഭാവികതയാണ്. എന്നാൽ ആ പാവങ്ങൾക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നത്, അതാണ് മനുഷ്യൻ ശീലിക്കേണ്ടത്. പാവങ്ങൾ സംഭവിക്കാം, അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിനെ കാത്തിരിക്കുന്ന ഓരോ രാത്രികളും. ഈ രാത്രി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം എന്നുള്ളത് അള്ളാഹുവിനെ നീ മാപ്പാക്കണേ, അള്ളാഹുവിനെ നീ പൊറുക്കണേ എന്നൊരു മനുഷ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന്. ഈ മനുഷ്യരാണ് നമ്മൾ, ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങൾ മാപ്പാക്കിക്കാൻ കഴിയണം. റസൂൽ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, റമദാൻ മാസം എന്നുള്ളത് അതിന്റെ ആദ്യ അവസാനത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാം എടുത്തു പറഞ്ഞൊരു വാചകം, ആ രാത്രി അള്ളാഹു പുറത്തു നൽകും, അവസാനത്തെ രാത്രി വിശ്വാസികൾക്ക് പുറത്തു നൽകും. ആദ്യത്തെ രാത്രിയും അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കടാക്ഷം ഉണ്ടാകുന്നവർക്ക് പുറത്തു കൊടുക്കും. റമദാൻ മാസം കടന്നു വന്നിട്ട് ഒരു മനുഷ്യൻ നോമ്പെടുത്താൽ അവന് പാവങ്ങൾ പുറത്തു കൊടുക്കും. റമദാൻ മാസം കടന്നു വന്നിട്ട് ഒരു മാസം രാത്രി നമസ്കരിച്ചാൽ അവന്റെ പാവങ്ങൾ
പുറത്തു കൊടുക്കും. റമദാൻ മാസം കടന്നു വന്നിട്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരു മനുഷ്യൻ നിന്ന് നമസ്കരിച്ചാൽ അവനും പാവങ്ങൾ പുറത്തു കൊടുക്കും. അങ്ങനെ അള്ളാഹു പാവങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് വിശാലമായി പറഞ്ഞൊരു മാസം. ആ മാസത്തിൽ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്തും ചോദിച്ചും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും ഒരു മനുഷ്യന് പാവം പൊറുപ്പിച്ച് റമദാൻ കടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ നിന്നിനായി പോകട്ടെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നിർഭാഗ്യവാനാണ് ഒരു മനുഷ്യൻ. അവനിലേക്ക് റമദാൻ കടന്നു വന്നു, റമദാന്റെ രാപ്പകലുകൾ ഒന്നൊന്നായി കടന്നുപോയി, നോമ്പുണ്ടായിരുന്നു, തറാവീഹ് നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് അമലുകളുടെയും പ്രാർത്ഥനകളുടെയും കവാടങ്ങൾ അള്ളാഹു തുറന്നു വെച്ചിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ പാപിയായി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനേക്കാൾ നിർഭാഗ്യവാൻ ആരാണുള്ളത് എന്ന് അതാ റസൂൽ പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും എത്രയോ വിദൂരത്ത് നിൽക്കുന്നു ആ മനുഷ്യൻ എന്നാ റസൂൽ പഠിപ്പിക്കുന്നത്. പാവങ്ങൾ പൊറുപ്പിക്കാൻ കഴിയണം ഈ രാത്രികളിൽ. ഈ രാത്രികളിൽ പടച്ചവനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയ പാവങ്ങൾ പൊറുക്കണേ എന്ന് യാചിക്കേണ്ടവരാണ് മനുഷ്യൻ. ആ ഒരു അവസ്ഥയിൽ അള്ളാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വരുന്നുണ്ട് നബിയുടെ മുമ്പിൽ. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നബിയുടെ മുമ്പിൽ വന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, നബിയെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി നബി, അതുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കണമെന്ന്. അവർ തെറ്റെന്തെന്ന് അന്വേഷിക്കുമ്പോൾ അവർ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പരപുരുഷ ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ അവർ ഗർഭിണിയുമാണ്, വ്യഭിചാരത്തിലൂടെ ഗർഭിണിയുമായ ഒരു സ്ത്രീ വന്നിട്ട് ചെയ്തു പോയ കുറ്റത്തിന്റെ പ്രായശ്ചിത്തമായി സ്വന്തം ശരീരത്തെ സമർപ്പിക്കാൻ വേണ്ടി വന്നവളാണ് അവൾ. ഈ അള്ളാഹുവിനോട് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പ്രായശ്ചിത്തമായിട്ട് അള്ളാഹു നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളും പശ്ചാത്താപങ്ങളും ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടും അതൊന്നും പരിഹാരമാകില്ല. എന്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ അഖിംനൽ ഹദ്ദ, എന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കണം നബിയെ എന്ന്. റസൂല് പറഞ്ഞു, നിന്നെ ശിക്ഷിക്കാം, പക്ഷെ നിന്റെ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? നിന്റെ വയറിൽ വളരുന്നൊരു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് നീ പ്രസവം കഴിഞ്ഞ് മടങ്ങി വരാൻ പറഞ്ഞു. പ്രസവം കഴിഞ്ഞിട്ട് നീ വന്നാൽ നിന്നെ ശിക്ഷിക്കാമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി മടക്കി വിട്ടു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാസങ്ങൾ കടന്നുപോയിട്ട് ആ പെണ്ണിനെ കുറിച്ച് ആരും അന്വേഷിച്ചില്ല, റസൂലും അന്വേഷിച്ചില്ല, ഒരു സൈനികനെയും വിട്ടില്ല, ഒരു പോലീസുകാരനെയും നിയമിച്ചില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. കുറ്റവാളിയെ പിടിച്ചുകൊണ്ടുവന്ന് മാതൃകാപരമായി പരസ്യമായി ശിക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാരനെയും ഒരാളെയും അല്ലാഹു എന്റെ റസൂൽ നിയോഗിച്ചിട്ടില്ല. പക്ഷേ ആ പെണ്ണ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മടങ്ങി വന്ന് നബിയുടെ മുമ്പിൽ നിന്ന്, നബി ഞാൻ അന്ന് വന്ന സ്ത്രീയാണ് എന്ന്, എന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, എന്റെ കുഞ്ഞിന്റെ പ്രസവം കഴിഞ്ഞിട്ട് ഞാനിതാ എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി വന്ന് നിൽക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവളെ ആ കുഴിയിലേക്ക് ഇറക്കി നിർത്താൻ, അവളെ വസ്ത്രങ്ങളെല്ലാം വെളുപ്പിക്കാൻ, വസ്ത്രങ്ങളൊക്കെ വെളുപ്പിച്ച് എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ നടപ്പിലാക്കുന്ന കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് സഹാബത്തിനോട് പറഞ്ഞു കല്ലെറിഞ്ഞു കൊല്ലാൻ. അവർ വളഞ്ഞു നിന്നിട്ട് ഓരോ സഹാബികളായി കല്ലെറിഞ്ഞു. ആ കല്ലുകൾ വന്ന് പതിച്ച് പിടഞ്ഞ് രക്തം ചിന്തി ആ സ്ത്രീ അവിടെ മരണപ്പെട്ടു കഴിയുമ്പോൾ ആ മയ്യിത്ത് എടുത്ത് വെച്ച് റസൂലുള്ളാഹി ഇമാമായി നിന്ന് നമസ്കരിച്ചു മയ്യിത്തിന് വേണ്ടിയിട്ട്. ആ നമസ്കാരം കഴിയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആർക്ക് വേണ്ടിയാണ് നമസ്കരിച്ചത് എന്ന്? ഈ വേശ്യയായ പെണ്ണിന് വേണ്ടി അങ്ങയുടെ നേതൃത്വത്തിൽ നമസ്കാരമോ എന്ന്. റസൂൽ പറഞ്ഞു, അരുത് ഉമറേ എന്ന് വാപിടിച്ച് പറഞ്ഞു, അരുത്, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന്. ആ പെണ്ണിന്റെ പശ്ചാത്തലമുണ്ടല്ലോ, അള്ളാഹുവിന് വേണ്ടി താൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായി സ്വന്തം ജീവനും സ്വന്തം ശരീരവും സമർപ്പിച്ച ഈ പെണ്ണിന്റെ ആ പശ്ചാത്തലമുണ്ടല്ലോ, മദീനയിലെ 70 കൊടും പാപികൾക്ക് വിതരണം ചെയ്താലും 70 പാപികളുടെയും പാപത്തിന് പ്രായശ്ചിത്തമായി നിൽക്കാൻ മാത്രം പരുവപ്പെട്ട പശ്ചാത്താപം ചെയ്തൊരു പെണ്ണിനോടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആ സ്ത്രീയുടെ തൗബ എന്നുള്ളത് സ്വകാര്യമായി നിർവഹിക്കാവുന്ന സംഗതിയാണ്. മനുഷ്യരാണ് തെറ്റുകൾ പറ്റും. ഒറ്റപ്പെട്ടിരുന്ന അള്ളാഹുവിനോട് പ്രായശ്ചിത്തം നടത്താൻ, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ, കണ്ണീർ വാർത്തുകൊണ്ട് മാപ്പിരക്കാൻ അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അതൊക്കെ ഒരുപാട് ചെയ്തിട്ടും അവരുടെ നിസ്കാരപ്രായം മുഴുവൻ കണ്ണീർ കൊണ്ട് കുതിർന്നിട്ടും അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ സജീവമായിട്ടും അവരുടെ നമസ്കാര കുപ്പായങ്ങൾ അതെല്ലാം കണ്ണീര് കൊണ്ട് നനഞ്ഞിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൗബ സ്വീകരിച്ചോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് താൻ ചെയ്ത പാപത്തിന് പകരമായി സ്വന്തം ശരീരം സമർപ്പിച്ചാലല്ലാതെ തന്റെ പാപത്തിൽ നിന്ന് മുക്തി ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ. അവരവിടെ നിൽക്കുമ്പോ നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പേരിൽ ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ നെഞ്ചുരുകിക്കൊണ്ട് എവിടെയാ പശ്ചാത്തപിച്ചത്? നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, നാവിലൂടെ ഉരുവിട്ടുപോയ വാക്കുകൾ, അങ്ങനെ കണ്ടതും കേട്ടതുമായ ഒട്ടനവധി പാപങ്ങൾ അക്കമുട്ട് നിരത്തപ്പെടുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ചിലതൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയേറെ പാപങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് പടച്ചവനോട് ചോദിച്ച് മാപ്പിരക്കാൻ നമ്മൾക്ക് തയ്യാറാവുന്നില്ല? എന്തെങ്കിലും ചെറിയ പ്രഹസനങ്ങൾ കാണിച്ചിട്ട് അല്ലാഹു പൊറുക്കണേ എന്ന് ഒറ്റ വാക്ക് കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന പാവങ്ങളല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്.
നമ്മൾ പുറമെ മാന്യന്മാരാണ്. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും മാന്യന്മാരാണ്. നമ്മുടെ മുമ്പിൽ നന്മ മാത്രമേ ഉള്ളൂ, നല്ലത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സ്വാഭാവികം അങ്ങനെയാണ്, പരസ്പരം നോക്കുമ്പോൾ നന്മയുള്ളൂ. പക്ഷേ ഓരോ മനുഷ്യന്റെയും ഉള്ളുകളിൽ കുഴിച്ചുമൂടിയിരിക്കുന്ന ഒരു മൃഗമുണ്ട്. രഹസ്യങ്ങളെല്ലാം പുറത്താക്കപ്പെടുന്ന, രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ. അന്ന് ഓരോ മനുഷ്യനും ഒളിപ്പിച്ചതെല്ലാം പുറത്തെടുക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും എത്ര വലിയൊരു സെപ്റ്റി ടാങ്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുക. എത്രത്തോളം ജീർണിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. ആ പാവങ്ങൾ മായ്ക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയ അവസരമാണ് വിശുദ്ധ റമദാൻ. ഇത് ഏറ്റവും ഗൗരവത്തോടെ മനസ്സിലാക്കുക. മൂന്നാമത് നമ്മൾ ഈ രാത്രിയിൽ നമ്മൾ ഉറക്കം വിളക്കുമ്പോഴും ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോഴും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവപ്പെട്ട വിഷയം എന്നുള്ളത്, അവർ പാപം ചെയ്യുകയും ആ പാപത്തിന്റെ പശ്ചാത്താപം നിർവഹിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അവർക്കൊരു ഭയമുണ്ട്, ഇത് പശ്ചാത്താപം സ്വീകരിച്ചോ ഇല്ലയോ എന്ന്. എന്നാൽ അതിനേക്കാൾ അവർ ഭയപ്പെട്ടൊരു കാര്യമുണ്ട് പൂർവികർ. അതിനേക്കാൾ അവർ ഭയപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അവർ ചെയ്ത അമലുകൾ സ്വീകരിക്കപ്പെട്ടു എന്ന ഭയമാണ്. വല്ലദീന യൂതൂന മാ ആതു വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വല്ലദീന യൂതൂന മാ ആതു വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ മടങ്ങി ചെല്ലണമെന്ന ഉറച്ച ബോധ്യത്തിന്റെ പേരിൽ ഒരു സമൂഹം മുഴുവൻ ഭയന്ന് വിറച്ചിട്ട് കയ്യിലിരിക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ വാരിക്കോരി വിതരണം ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എന്ന് ഖുർആൻ. ആരെക്കുറിച്ച് റസൂൽ പറഞ്ഞതെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നബി ആരെക്കുറിച്ച് ഈ പറയുന്ന ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മദ്യപിക്കുന്ന, വ്യഭിചരിക്കുന്ന, കളവ് നടത്തുന്ന കുറ്റവാളികളായ മനുഷ്യർ. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ദിവസത്തെ കുറിച്ച് ഓർത്ത് ഭയന്നിട്ട് കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്യുകയാണോ? അതാണോ റസൂൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്? അബൂബക്കറിന്റെ മകളെ അങ്ങനെയല്ല. അത്തരം ആൾക്കാരെ കുറിച്ച് ഇറങ്ങിയ ആയത്തല്ല ഇത്. ആരെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് അറിയുമോ? നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ദാനം ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താ ഇത് എന്ന്. കാരണം അവർക്ക് ഭയമാണ്. ഞാൻ ആലോചിച്ചത്, ഇവിടെ ഇത്രയും ആൾക്കാർ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല, ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. ഈ ഓരോ മനുഷ്യന്റെയും കണ്ണുകൾ ഉറക്കം ആഗ്രഹിക്കുന്നു, ഓരോ ശരീരവും ഉറങ്ങാനൊന്ന് കിടക്കണമെന്ന് കൊതിക്കുന്നു. എന്നിട്ടും ഉറങ്ങാൻ തയ്യാറാവുന്നില്ല, എന്നിട്ടും കിടക്കാൻ തയ്യാറാവുന്നില്ല. എത്ര കഷ്ടപ്പെട്ട നമ്മൾ ഈ രാത്രി. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പതിവ് തല്ല ഈ സമയത്ത് സുഖമായി ഉറങ്ങിയവരെ ഇന്നലെ വരെയും നമ്മൾ ഈ ജീവിതത്തിന്റെ പതിവ്. പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് ഈ നമസ്കാരത്തിൽ ഏർപ്പെടുന്നു, ഖുർആൻ പാരായണം ചെയ്തു. പക്ഷെ ഇതൊന്നും സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അത്ര പ്രവർത്തിക്കുമ്പോ ഈ നന്നായി പഠിച്ച കുട്ടിക്ക് പരീക്ഷ എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടാവുള്ളൂ, പഠിക്കാത്തവനെന്താ ടെൻഷൻ? നന്നായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, അതാ സഹാബത്തിന് പറ്റിയ സങ്കടം എന്നുള്ളത്. അത്രയേറെ അവർ പ്രവർത്തിക്കുമ്പോൾ, ഓരോ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ, രാത്രി ഉറക്കമുളച്ച് എഴുന്നേൽക്കുമ്പോഴും, അവസാനം അമലുകൾ പൂർത്തീകരിച്ച് എണീക്കുമ്പോഴും അവരുടെ ഉള്ളിലെ സന്ദേഹവും ഭയവും ആശങ്കയും അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ സ്വീകരിക്കപ്പെട്ടോ എന്ന ഭയം, നന്മകൾ സ്വീകരിക്കപ്പെട്ടോ എന്ന ഭയമാണ് പശ്ചാത്താപം സ്വീകരിക്കുന്ന വിഷയത്തിലുള്ള ഭയത്തേക്കാൾ അവർക്ക് കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന്. ആ ഭയം നമുക്ക് വേണം. ആ ഭയമാണ് അവർ നന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ ദാനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഏതൊരു അമലിനോടൊപ്പവും അതിന്റെ ഒരു പിൻബലം പോലെയാണ് വിശുദ്ധ ഖുർആൻ ദാനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ആയത്ത് പോലും രാത്രി ഉറക്കമുളച്ച് നമസ്കരിക്കുന്നവർ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായ ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ രാത്രി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു നൽകിയതിൽ നിന്ന് അവൻ ദാനവും ചെയ്യുന്നു എന്ന്. നന്നായിട്ട് അമൽ ചെയ്യുന്ന മനുഷ്യൻ അമൽ സ്വീകരിച്ചോ എന്ന ഭയത്താൽ കയ്യിലുള്ളതെല്ലാം അകമഴിഞ്ഞ് ദാനം ചെയ്യുന്നു എന്ന്. നമ്മൾ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും നന്മകൾക്കും സൽപ്രവർത്തികൾക്കും ഒരു വലിയ പിന്തുണയാണ്, നമ്മുടെ അമലുകൾക്കുള്ള ഒരു പിൻബലമാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും. വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളൊക്കെ ഒരുപാടുള്ളവരൊന്നുമില്ല, എന്നാൽ കുറെ ഞെരുക്കങ്ങളുള്ളവരുമാണ്. അല്പമൊക്കെ ചിലവാക്കാൻ എല്ലാവരുടെ കയ്യിലും ഉണ്ട് താനും. നമ്മൾ ഈ കടലിലെ തിര അടങ്ങിയിട്ട് നമുക്ക് കടലിൽ ഇറങ്ങാമെന്ന് കണക്കാക്കിയാൽ ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞെരുക്കങ്ങൾ മാറി, പ്രയാസങ്ങൾ മാറി, സാമ്പത്തികമായ ഒരു വിഷാദത വന്നിട്ട് ദാനം ചെയ്യാമെന്ന് കണക്കാക്കിയാൽ ഒരു മനുഷ്യനും അത് സാധ്യമാവില്ല. ഈ ഞെരുക്കത്തിന്റെ ഇടയിലും കൊടുക്കാൻ കഴിയണം. വിശുദ്ധ റമദാൻ മാസമാണ്, ആർക്കൊക്കെ കൊടുക്കാൻ കഴിയും? നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, നമ്മുടെ ബന്ധുജനങ്ങളിൽപ്പെട്ട് താഴെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും സക്കാത്ത് വിതരണം ചെയ്യുമ്പോഴും, നമ്മൾ ദാനങ്ങൾ കൊടുക്കുമ്പോഴും പലപ്പോഴും വളരെ ഡിസിപ്ലിനോടുകൂടി ഡീസന്റായി ജീവിക്കുന്ന ചില ആൾക്കാരെ ബോധപൂർവ്വം നമ്മൾ അവഗണിക്കാറുള്ളത് പതിവാണ്. അത് കൂടി നമ്മൾ ആലോചിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരാൾ നല്ല മാന്യമായ വസ്ത്രം ധരിക്കുകയും മാന്യമായ ഒരു വീടൊക്കെ എടുത്ത് താമസിക്കുകയും ചെയ്യുമ്പോഴും
അയാളുടെ ജീവിത ഞെരുക്കം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പല ആൾക്കാരും വലിയ സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെയും കടത്തിലൂടെയും കടന്നു പോകുമ്പോഴും കാടിയാണെങ്കിലും മൂടിക്കുടിച്ചിട്ട് ആത്മാഭിമാനം സംരക്ഷിച്ച് ആരെ മുമ്പിലും കൈനീട്ടാൻ പറ്റാത്ത കുറെ മാന്യന്മാരുണ്ട്. സത്യത്തിൽ അവരൊക്കെ പലപ്പോഴും സഹായം അർഹിക്കുന്നവരാണ്. അവർ പലപ്പോഴും ചില സക്കാത്തുകൾ പോലും അർഹിക്കുന്നവരാണ്. അത്തരം ആൾക്കാരെ കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയും പാടില്ല. പാടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് കൈനീട്ടി നിൽക്കുന്നവർ മാത്രമാണ് അർഹതപ്പെട്ടവർ, അല്ലെങ്കിൽ യൂട്യൂബ് ഒരു സഹായം ചോദിക്കുന്നവർ മാത്രമാണ് അർഹർ എന്നുള്ള ചിന്താഗതി മാറ്റണം. അഭിമാനത്തോടുകൂടി നിലനിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ദാനങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മുടെ അമലുകൾക്ക് പിൻബലം എന്നോളെ റസൂല് റമളാൻ മാസത്തിലെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ദാനം ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ദാനം ചെയ്തിരുന്നു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി ഇനിയുള്ള ദിവസങ്ങൾ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. കഴിവിന്റെ പരമാവധി നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ, അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. 3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കൃത്യമായി ഇനിയുള്ള ദിവസങ്ങളിലെ രാത്രിയെ സജീവമാക്കുന്നതിൽ പ്രധാനപ്പെട്ട അമലായ നമസ്കാരം, അത് കൃത്യമായി നമ്മൾ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനോട് നിരന്തരമായി മാപ്പ് ചോദിച്ചു കൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ അമലുകൾ അത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് അവസാനം വരെയും ഉറപ്പാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഓരോ അമലുകൾക്കും പിൻബലം എന്ന പോലെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.